Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഹൗ ടു റൈറ്റ് എ കോൺവെർസേഷൻ. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ. അപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ, ദെൻ ഇമാജിൻ, ദെൻ ഡെവലപ്പ് എ കോൺവെർസേഷൻ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കോൺവെർസേഷൻ എഴുതുന്നതിനുള്ള സ്റ്റെപ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ. വി ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ സിറ്റുവേഷൻ ഓൺ വിച്ച് കോൺവെർസേഷൻ ഈസ് ടു ബി റിട്ടൺ. അപ്പോൾ ഏത് കോണ്ടെസ്റ്റിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇമാജിൻ. നമ്മൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യണം. എന്താ? വി ഷുഡ് ഇമാജിൻ അബൌട്ട് ദ ക്യാരക്ടർ ആൻഡ് ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മൾ എഴുതേണ്ട ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്, അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ, ഡെവലപ്പ് എ കോൺവെർസേഷൻ സ്ട്രക്ചർ. ഒരു കോൺവെർസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ആ സ്ട്രക്ചറിൽ എന്തൊക്കെ വേണം? ആൻ ഇൻട്രൊഡക്ഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഡിസ്കഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ടിപ്സ് ടു റിമെമ്പർ. നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ടിപ്സാണ്. എന്തൊക്കെയാണ്? യൂസ് എവറിഡേ സിറ്റുവേഷൻസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. പിന്നെ മേക്ക് ഇറ്റ് എൻഗേജിങ് ആൻഡ് ഇൻറ്ററാക്റ്റീവ്. എൻഗേജിങ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം. ബോറിംഗ് ആവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ സെൻറ്റൻസസ്. വ്യക്തവും സിമ്പിളും ആയിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അവോയ്ഡ് യൂസിങ് ഡിഫിക്കൽട്ട് വേർഡ്സ്, ഗ്രാമേഴ്സ് എക്സെട്ര. അപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ്, അതായത് അർത്ഥം മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള വേർഡ്സ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഗ്രാമേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ മോഡൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു കോൺവെർസേഷൻ മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് ഒരു കോൺവെർസേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.